Finally, guys, we are in the location, the Puttur Pallikal. Yes. Okay, that's it. Thanks. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ടൗണിലെ ബെസ്റ്റ് സ്പോർട്സ് കടയിൽ പോയിട്ട് നല്ല ക്രിക്കറ്റ് റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് സാധനങ്ങൾ വാങ്ങാനാണ് നമ്മളിപ്പോൾ പോണത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. ബെസ്റ്റ് ബാറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകും. ബാറ്റ് പാഡ് ക്രിക്കറ്റ് എക്യുപ്മെന്റ്സ് ടൈമിങ് നമ്മളെ തന്നെ മൈൻഡിൽ ചെറുക്കും. ഓരോ കളി നമ്മൾ ഓരോ ഫോട്ടോ ഇവിടെ ചെറിയ പൊട്ടപ്പള്ളാണ് തിന്നാൻ പോലെ ഇതാവുമ്പോ പെട്ടെന്ന് എത്തും. 155 രൂപ ടോൾ കൊടുക്കാതെ 5 രൂപ പോക്കുവാ. ഗ്ലാസിന് വെട്ടിട്ട് അയൽനാട്ടകളെ പോലെ മറന്നോ നിലാവിൽ നമ്മളാദ്യം കണ്ടോരാരാത്രി. ഇതിൽ മൊത്തം ഈ പഴയ സ്റ്റോക്ക് ഗുജറാത്ത് ആണ് ഇതേം പരിപാടിയാണ്. നോർത്ത് ഇന്ത്യ സ്ഥിരല്ലേ നമ്മുടെ ഉടായിപ്പ് എല്ലാ ഉടായ്പ ഇവർക്ക് അറിയാം. എനിക്കായതുകൊണ്ട് കൊണ്ടാടുക്കണമെന്നില്ല. സൈക്കിളൊക്കെ
ടർഫില് അത് പ്രത്യേക ആവശ്യം തരാം. അങ്ങനെ അവിടെ നമ്മൾ നല്ലൊരു ഇത് എക്സ്പീരിയൻസ് കിട്ടി. അവിടുന്ന് നല്ല കളക്ഷൻസ്, അതായത് നമ്മളെ നിറയെ ട്രോഫീസ്, ക്രിക്കറ്റ് റിലേറ്റഡ്, ഫുട്ബോൾ റിലേറ്റഡ്, ഷട്ടിൽ റിലേറ്റഡ്, വോളിബോൾ റിലേറ്റഡ്, ബാസ്കറ്റ്ബോൾ റിലേറ്റഡ്, നിറയെ അതിലാണ് ട്രോഫീസ്, നിറയെ ഡ്രസ്സസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളതാണ്. ബോൾ ചട്ടികളി വാ വാ, അത് ആ സൗണ്ട് പോരാ, അതുണ്ടാവും. പക്ഷെ മനസ്സിലായി. പക്ഷെ കോസ്മോസ് വെറുതെ നേരെ പോലെ ഈ റോഡ് ഇത് അജിന്റെ പോക്കനാണ്. നല്ല പോയാൽ മതിയെ. ബെഡുണ്ട് തന്നെ. ദേവപുട്ടിന്റെ അടുത്താ? ദേവപുട്ടൊക്കെ അറിയല്ലേ? ദേവപുട്ട് അറിയണ്ടേ? വന്നിട്ടില്ല ഇപ്പോഴും. പണം വരുന്നുണ്ട്. നല്ല പവന അവരെ ഒന്നും വരുന്നില്ല. ഉറപ്പില്ല. അല്ലല്ല എവിടെ ദേവപുട്ട് പോയോ? ദേവപുട്ട് പോയി. പറ്റി എന്താ അഭിപ്രായം? സാധാ ഫുഡ് ഏത്? വെറുംചോറോ? ബാക്കി ബിരിയാണി ആണോ? ഗ്രാമത്തിനല്ല പക്ഷേ അതിന്റെ അടുത്ത ബിൽഡിങ്ങിന് മുകളിലായിട്ട് നമ്മള് കേട്ടോ വിളിച്ചിട്ടുണ്ടാവും. കുറച്ച് 4 പേര് വരുന്നുണ്ട് അവിടേക്ക്. ഫിറ്റ്നസ് അല്ലേ? എത്ര 3 കിലോമീറ്റർ 1 കിലോമീറ്റർ കാണിക്കണ്ടോ? അപ്പൊ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. നമ്പർ ആ പാളയം റോഡിന് അങ്ങോട്ട് കയറണോ? ആ റോഡിൽ അങ്ങോട്ട് കാണിക്കണേ. മറ്റോ ഹലോ അത് ആ ഭാഗത്തേക്ക് തന്നെയാണ്. നമ്മളെ കോസ്മോസ് കഴിഞ്ഞിട്ട് ഇതാ ട്രാഫിക് അവിടുന്ന് ഇടത്തോട്ട് കയറി. അതാ ബെസ്റ്റ്. ജയിലിന്റെ അടുത്ത് അപ്പുറത്തേക്ക് പറയും. അടവാ അടവാണത്. ഈ എവിടെ ഉള്ളത്? സൺഡേ ഉണ്ടോ? സൺഡേയിലല്ലേ കച്ചവടം ഉണ്ടാവുക. ഹേലോട്ടന്റെ മുന്നിലുള്ള അടവാ. മാപ്പ് പറയും. ആ മറ്റേ ഇതിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ടാ പോയത്. മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ
പുതിയ ജയിലിന്റെ ബാക്കിൽ. ആ ജയിൽ റോഡ് തന്നെ അതാണ്. വാ അടിപൊളി. ഇന്നാളൊക്കെ നമ്മൾ ഡെക്കാത്തലോൺ പിടിക്കാം. വെൽ പ്ലേഡ്. ഡെക്കാത്തലോൺ പോരാ പോരാ. ഓക്കെ, ജസ്റ്റ് നോക്കാം നമുക്ക് അവിടെ പോയിട്ടൊക്കെ നോക്കാം. അല്ല അവിടെ കളക്ഷൻസ് ഉണ്ടാവും. എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? സീരിയസ് ഒന്നും ഇല്ല. നേരെ പോലെ അടക്കിടക്ക് വെൽ പ്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഇങ്ങോട്ട് തിരിച്ചോളി. ഒരു 11 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പോയിട്ട് സ്വിച്ചാണോ മിനി ബൈപ്പാസ്? ഇത് മറ്റേ ഇവിടുത്താണല്ലോ, മാളിന്റെ അടുത്താണല്ലേ? സിയാർസാനാ അവിടെ പോണ്ട. അരടുത്ത് പാലത്തിനുള്ളിൽ പോയിട്ട് ബൈപ്പാസ് ഇതിലാണോ? മാളിന്റെ അവിടെ പറഞ്ഞേ. ഇത് മാളിന്റെ അടുത്താണ്. ഹൈലൈറ്റ് മിനി ബൈപ്പാസ്. ഇത് ഹൈലൈറ്റിന്റെ അടുത്തൊന്നല്ല, ആ റൂട്ടല്ല. ഇത് നമ്മക്ക് ബാക്കൊക്കെ പോട്ടെ. നിങ്ങൾ ആ ജയിൽ റോഡിന് എടുത്തോളി, അങ്ങനെ തന്നെ നമുക്ക് പോകാനുള്ളത്. ജയിലെത്തില്ലോ. ജയിൽ റോഡിനെ എടുത്തോളി. ഇവിടെ യൂട്ടേണാണ്. വലത്തോട്ട് അങ്ങോട്ട് പോട്ടെ. സുജിത്തിനെ ലൈവ് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക. ലോങ്ങളെ ഫോളോ ചെയ്യണ്ടേ? പുതിയ സിഗ്നല് CR7 പോരും. CR7 ഇപ്പൊ കോസ്മോസിന്റെ പറ്റിയ എന്താ പറയണെങ്കിൽ കളക്ഷൻ കുറവാണല്ലേ? ഓക്കെ, റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷെ അത്ര ക്വാളിറ്റി തോന്നിയിട്ടില്ല അല്ലേ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? പക്ഷെ അത് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തറിയോ, മറ്റേ YMC റോഡിലാണ്, നടക്കാൻ ഭാഗത്താണ് ഈ പ്ലേവെല്ല് പറഞ്ഞത്. ആ അവിടെ തന്നെ അല്ല മാപ്പ് ഇട്ടോ? കൊറേ സ്ഥലത്തുണ്ട്. കോസ്മോസ് ഇവിടെ 2-3 സ്ഥലത്തുണ്ട്. CR7 ഇതല്ലേ നിങ്ങൾ പറഞ്ഞ? ഇവിടെ ഇതാണ്, ഈ ജംഗ്ഷനിലാണ് വരുന്നത്. മറ്റേ ഇതിന്റെ അടുത്ത് ഇവിടുന്ന് വലത്തോട്ട് ഇടിച്ചോളി, അതല്ലേ കല്യാൺ കേന്ദ്ര. അല്ല അതെന്താ നോമ്പ് വേണ്ട? ഞായറാഴ്ച ഓൺലൈനിൽ ഓപ്പൺ ആണ്. അല്ല ഓൺലൈനിൽ ഓപ്പൺ ഉള്ളവരുണ്ടാവും, മറ്റേ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഉണ്ട് കോസ്മോസ്. ഇവരുടെ അടുത്തുണ്ടാവും. പിന്നെ നിങ്ങൾ പറഞ്ഞ CR7 ഇവിടെ കാരണം. പക്ഷെ അവിടെ ബാറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. എത്തിയോ? എവിടെ? ചെറിയ ഷോപ്പാ, ലാലിക CR7 ഫുള്ള് ഇതാണ് ബസ്സൊക്കെ. നിങ്ങളെ ഇവിടെ തിരിക്കും. ഇതിന്റെ അപ്പുറത്തൊരു സംഗീതം ഉണ്ട്, അങ്ങോട്ട് എടുത്ത് നോക്കാം. ഇവിടെ അടുക്കി ഇവിടൊക്കെ മറ്റേ ഉണ്ടാവുള്ളൂ, ബാറ്റ് അങ്ങനത്തെ ഉണ്ടാവില്ല. ഇവിടെ ജെയ്സി ആണ് ഇത് നോക്കണോ? ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കും. അതൊന്ന് തുറന്ന് നോക്കണ്ടി. അവിടെ തന്നെ കാലിക്കറ്റിലെ ബെസ്റ്റ് ഷോപ്പ് ഒക്കെ നമ്മള് അക്ക പൂട്ടിനല്ലോ.
ഇതൊന്നും ഉണ്ടാവില്ല. ഒന്നുണ്ട് അതും കൂട്ടിയാണ് ലീഗ് വൺ അതും കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പെട്ടില്ല. കോസ്മോസ് ഒക്കെ ഉള്ളു തോന്നുന്നു. നാട് കിടി ഡക്കാത്ത് പോവാ. ടെന്നീസ് ബാറ്റേ ഉള്ളൂ. വിളിച്ചു നോക്കണോ ഡക്കാത്തേക്ക്? ഉണ്ടാവും, തീരാക്കൂല. ഫ്രൂട്ട്സിന്റെ കട പിന്നെ ഇപ്പൊ കാലിക്കറ്റ് കഴിഞ്ഞാൽ കത്തിയാ കാലിക്കറ്റോ ഒക്കെ കത്തിക്കന്നല്ലേ? പോയി നോക്കണോ? ഇവിടെ ഒരു RR സ്പോർട്സ് ഉണ്ട്. നമ്മൾ ഡെക്കാത്തലോണിക്ക് പോകാം ലാസ്റ്റിലെ. ഫൈനലി എല്ലാ കടയും ക്ലോസ്. ഏതാണ് ഇതാണ് നവമി നാടൻ ഫുഡ് അല്ലേ? വെജാ നോൺ വെജ്? നിങ്ങൾ എന്താ ഇന്ന് ഇന്നലെ ഞാൻ മീൻ കൂട്ടില്ല. അതെന്താ ഡയറ്റ് ആണോ? പിന്നെ ബീഫോ? ആട് മട്ടൻ പന്നി അതല്ലേ അഡിഡാസിന്റെ ഷോറൂമാണ്. ചിക്കൻ ബീഫ് മീൻ എന്തെറ്റി നിങ്ങൾ കടപ്പ പരപ്പാട് ഏരിയ അല്ലേ? കടലോണ്ട് മീൻ കിട്ടണ എന്താ തിരക്ക് പേരും പേരിയ കടലുണ്ടി ആ ഭാഗം ചാലിയത്താണോ പറഞ്ഞേ? കടലുണ്ടി എത്ര കാലായി ബിൽഡിംഗ് കുറച്ചിങ്ങനെ ഞാന് നന്ദിലത്ത് ജി മാൾട്ട് ഇത് കണ്ടു കിട്ടും സുഹൃത്തുക്കളെ. ഞങ്ങൾ അതിനകത്ത് ഒന്ന് പുതിയ വാശിയൊക്കെ പിടിച്ച് നിൽക്കണാവും. അല്ലെങ്കിൽ ഇതിനുള്ള കൊമ്പനും ചിലപ്പോൾ ലക്ഷങ്ങൾ കിട്ടും. ഓടി ബോൾ നമുക്ക് ഇവര് പറഞ്ഞെന്തറിയോ 450 ബോളൊക്കെ പറഞ്ഞാല് 50 ഓവർ അങ്ങനത്തെ ബോളാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടത് 230 ആ റേഞ്ചാണ്. അല്ലല്ല 25 ഓവർ നമ്മൾ നെറ്റ്സിനല്ലേ? ന്യൂ ബോള് നല്ല പഴയ ബോളായിട്ടല്ലേ നല്ല ബോള് 230 കിട്ടാണ്ട്. ആ അതാ ഞാൻ പറഞ്ഞത്. മറ്റെന്തറിയോ നമ്മളെന്തായാലും നെറ്റ്സിന് ഉപയോഗിക്കാൻ 4 ദിവസം ഉപയോഗിക്കുള്ള ഒരു ബോള്. മനസ്സിലായോ? ബെസ്റ്റ് ഓപ്ഷൻ എൻ്റെ ഒപ്പീനിയനില് നെറ്റ്സില് 3-4 ദിവസം ഉപയോഗിക്കാനുള്ള ബോള്. പിന്നെ പറഞ്ഞാൽ ഓൾഡ് ആയി. പിന്നെ നോക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ 2 മിനിറ്റ് കളിക്കാനേ പറ്റുള്ളൂ. ബൈക്ക് മിസ്സായി. 250-230 ബോള്. അല്ല നമുക്ക് ഒരു ക്ലബിന്റെ 450 കിട്ടുന്നുണ്ട്. അതൊക്കെ അതുണ്ട്. പക്ഷെ 50 ഓവർ മാച്ച് കളിക്കാനൊക്കെയാണ് ഉപയോഗിക്കാം. നമുക്ക് 25-30 ഓവേഴ്സ് മാച്ച് കളിക്കാനുള്ള ബോൾ നമുക്ക് വേണ്ടത്. മാറ്റ് നമുക്ക് ഇതേമാതിരി ഒരു നേരെ നമുക്ക് ആലപ്പുഴ പോവാം. എന്താ അഭിപ്രായം? അതെ ഞാൻ പറഞ്ഞേ. അല്ല രാവിലെ പോയി നേരെ വരാം. 4 മണിക്ക് പോയാലേ സത്യ എന്റെ പണിയെടുക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ തിങ്കളാഴ്ച ഹോട്ടലെന്താ അവസ്ഥ? ഇവിടെ ഒരു ഹോട്ടലല്ലോ തക്കാരോ ലെഫ്റ്റില് ആണോ? ഇവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ ഇവിടെ ഈ ഭാഗത്ത്. ഇവിടെ സൈഡിലൊരു ഹോട്ടലുണ്ട്. എന്താ പേര് മറന്നു. പഴയ തട്ടടല്ലേ? ആ തട്ടട. അത് മറ്റേ എല്ലാ ഫുഡും കിട്ടും.
ആണല്ലേ ഇറച്ചി മുയലിറച്ചി അച്ചിറച്ചി ഇങ്ങനെ പറയാം. അതാ രാമനാട്ടം ഇട്ടല്ലോ. രാമനാട്ടാണ്. ഞാനും മുസ്ലിം കഞ്ഞിപ്പരല്ല പറഞ്ഞേ. എന്തൊരു പേര്. ആ കഞ്ഞിപ്പുരാണ് ഉദ്ദേശിച്ചത്. ഇവിടെ അല്ലേ പറഞ്ഞേ ഈ കഞ്ഞിപ്പുര? അല്ല സൈഡില് വലിയ ഷെഡ്, ഒരു ചെറിയ ഷെഡിൽ വെച്ചിട്ട് അകത്ത് വെക്കോ? ഹോട്ടൽ കാണില്ലല്ലോ. ഇത് കഞ്ഞിപ്പുര. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ, നാടൻ വിഭവങ്ങൾ, തവ ചിക്കൻ, വിവിധതരം കഞ്ഞികൾ. കഞ്ചൂസ് ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ സിറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് നല്ല ഷോപ്പ് തേടി നടന്നപ്പം പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു ഷോപ്പ് അവിടെ കാണാൻ പറ്റില്ല. ഉള്ള ഷോപ്പാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വേറെ ഒരു ഇതിൽ പോയതുകൊണ്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ഞങ്ങൾ ഡെക്കാത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. സോ ഇനിയും നല്ല നല്ല വീഡിയോസ് വരും. ഇനിയും വരുന്ന വീഡിയോസ് നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പോവാം. സൈബർ സിറ്റി, സൈബർ പാർക്ക് ഇതാണ് സൈബർ പാർക്ക്. ഏതിലെ പോലെ കയറ്റുണ്ടായിരുന്നല്ലോ. ആ ഇതിലാണ് കയറല്. അടിയിൽ കൂടെ പോവാം. ഈ കയറ്റം കയറാം. ഇവിടെ ടീം തായ് ഉണ്ടല്ലോ. ടീം തായ് ഞങ്ങൾ കമ്പനി കൊടുത്തിട്ട് അവിടെ കുറേ കയറുന്നില്ല. കുറച്ച് കളിച്ചാണ് പൊട്ടേ മാറ്റി കൊടുക്കാം. എന്താ സ്കാൻ ചെയ്യണോ? ഓട്ടോമാറ്റിക്കല്ലേ? മോശമല്ലേ? അപ്പോഴേ അവിടുത്തെ നമുക്ക് മറ്റേ പാറ്റേൺ വേണമെങ്കിൽ പോയി എടുക്കട്ടാ. ഇതല്ലേ മറ്റേ MRF ഉണ്ടാകാൻ സാധിച്ചു. അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ കോസ്മോസിലുള്ള കഥകളും കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടുന്ന് കണ്ട ബാറ്റിൻ്റെയും അവിടുത്തെ കണ്ട കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ സംസാരിച്ച് പോയിരുന്നു. അതൊരു ഓപ്ഷനായിട്ട് വെച്ചിട്ട് ഞങ്ങൾ അടുത്ത കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നത്. സോ ഞങ്ങൾ ലാസ്റ്റ് കോഴിക്കോടിലുള്ള ബെസ്റ്റ് ഒരു നല്ലൊരു കട ഏതെന്ന് ഞങ്ങൾ ചൂസ് ചെയ്യാനുള്ള പ്ലാനും കൂടിയായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത പോണത് ഡെക്കാത്തലോണിലായിരുന്നു. പക്ഷേ അവിടെ നടക്കാൻ പോണ കഥകളാണ് നിങ്ങൾ കാണാൻ പോണത്. സോ നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. അതാണ് നമ്മളെ ഹൈലൈറ്റ്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ സ്നേഹം, നിങ്ങളുടെ എല്ലാതും അനുഗ്രഹം എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. സോ നമുക്ക് മുന്നോട്ട്. ഇതൊക്കെ പുതിയ ബിൽഡിംഗ് കെട്ടിയില്ല പോലെ ഒക്കെ വാടകയ്ക്ക് ഇട്ടുക. സംഭവം പ്രശ്നം ഇങ്ങനത്തെ കേസുകൾ നോർമലൈസ് പറയാൻ പാടില്ല. അങ്ങനെ അവിടെ നമ്മൾ സർവീസ് റോഡിലോട്ട് കയറി. അവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് പോകണം. സോ അതിനോട് സർവീസ് റോഡിൽ വന്നതുകൊണ്ട് തന്നെ അവിടെ കുറേ കടകൾ ടൂലറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ പുതിയ റോഡ് പുതിയതെല്ലാം വന്നതുകൊണ്ട് അവിടെ കുറേ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ നല്ലൊരു വിഷയമാണ്. ഓൾ ഗാർഡൻ ആദ്യം ഇപ്പൊ വൈറ്റ് ഗാർഡ് മാറി എന്തായാലല്ല വൈറ്റ് ഗാർഡനല്ലേ കുളമൊന്നും പോലും നിർത്തിയില്ല. ഞാനല്ലോ പോയി കേട്ടത് ഈ കാഞ്ഞിരാത്തി അങ്ങോട്ട് തീരാ തള്ളപ്പോഴും കളക്ഷൻ ഉണ്ടേ. ആ ഇതാ നമുക്ക് എറിയാൻ ഓടാൻ പറ്റുന്ന പറഞ്ഞേ. പെരുമ്പയിലല്ലേ തീരെ ചൂടിനെ കുറിച്ച് അറിയില്ല. അവനെങ്ങനെയാണ് അവരെ കുട്ടി വന്നേണ്ടവാ? ആ ഭക്ഷണം കഴിക്കല്ലേ? പോയി തിങ്കയിട്ട്
ഇത് അവരെ ബ്രാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? സോറി ഗൈസ്, നമ്മൾ റെഗുലർ ടൗൺ തോന്നണേ. എല്ലാവരും സെറ്റാണെന്നേ. നിങ്ങൾ പേടൊക്കെ വേണി വാങ്ങിക്കോളൂ, പേടം ഒക്കെ വാങ്ങി. നേരെ വൻ ഡിഗ്രഷനാണ്, നടക്കില്ല. നമ്മൾ വിചാരിച്ച സാധനം അവിടെ ഇല്ല. നല്ല കണക്ഷൻസ് ഉണ്ട്, പക്ഷേ സോക്സ് കോട്ടണാ? ഇത് കുഴപ്പമില്ല. സൈക്കിളിൻ്റെ നീണ്ട നിരന്നുണ്ട്. ഇല്ലറോ എന്താ ബ്രോ വികലട്ടോ? നല്ല ജീവിക്കുക, കോമഡി ആവും. വരില്ല. പിന്നെ നമ്മൾ ഡെക്കാത്തലോണിൽ പോയി അവിടെ നല്ല ഷൂ, നല്ല സൈക്കിള്, നല്ല എല്ലാ വിഷയവും അവിടെ എന്താ കുറയില്ല, എല്ലാം നല്ല നല്ല സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം എന്താ വെച്ചാൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയൊരു മൂഡായിരുന്നില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചൊരു സംഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. സോ ഞാനത് പതുക്കെ എന്ത് ചെയ്തു, പതുക്കെ സ്കിപ്പ് ചെയ്യണോ വേണ്ട എന്നല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്തു, ഞാനവിടെ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. പക്ഷേ എന്താ പറയുക, ഡെക്കാത്തലോൺ എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അത്രയും സാധനങ്ങളുണ്ട്. അങ്ങനെ അവിടുത്തെ ആളുകളും നമ്മളെ നല്ല ഇതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ നോമ്പായതുകൊണ്ടുള്ള ആ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെന്ത് ചെയ്തു, മാക്സിമം എനർജി സേവിങ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നും തൊട്ടിട്ടുണ്ട് വെച്ചിട്ട് നേരായിട്ട് പോന്നു. കാരണം അത് എടുക്കണ്ടെന്നുള്ള ലെവലിൽ വന്നു. കാരണം എന്ന് വെച്ചാൽ നോമ്പാണ്, ഇപ്പം ഭക്ഷണത്തിൻ്റെ അടുത്തേക്കൊന്നും പോകാനൊന്നും സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ വിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോയി. അവിടെ വലിയ ഫാനാണ്, ഈ ഹാള് ഫുള്ള് ഫാൻ. ഈ ഫാൻ മതിയാവും. Thank you. ഓ കമോൺ, ഒരു വ്ലോഗ് എടുക്കാൻ പറ്റില്ല ഇങ്ങനെയാണെങ്കിൽ. എനിക്ക് ഈ കളി അറിയില്ല, ഞാൻ ഇട്ടിട്ട് ഗോൾ അടിക്കണം എന്നറിയാം. ഓട്ടറ
നമ്മളെ ഗെയിം ഇന്നാവും തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കണം, ഞാനിപ്പോൾ കളി അറിയില്ല മനസ്സിലായി നിങ്ങൾക്ക് ഏതൊക്കെ. ഓ ഫൈനൽ എങ്ങനെ ഗൈസ്? ഫൈനലി നമ്മൾ കോഴിക്കോടിലെ 1-2 കടയിലൊക്കെ പോയി ചില കട ക്ലോസ് ആയിരുന്നു. അതുകൂടാതെ തന്നെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലാച്ചാൽ നല്ലൊരു കട സ്പോർട്സിൻ്റെ നമുക്ക് ഫ്രണ്ട്ലി ബഡ്ജറ്റിൽ നല്ലൊരു കട ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾ എവിടെയാണുള്ളത്, നല്ല ഷോപ്പ് ഏതെങ്കിലും കോഴിക്കോട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ്. നല്ല സ്പോർട്സിൻ്റെ കട ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ നോക്കിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല എക്യുപ്മെൻറ്റ്സ് ഞാൻ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. ഒക്കെ ഒരു ആവറേജ് കണ്ടുള്ളൂ ഞാൻ. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പോയിട്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ചോദിച്ചു ഇപ്പം നമ്മൾ പോയി ഇന്നിപ്പോൾ എന്താ മനസ്സിലായി? നല്ലൊരു കട ഉണ്ടോ? മനസ്സിലാകാത്തൊരു പ്രശ്നമാണ്. നല്ലൊരു കട ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നമുക്ക് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നല്ല കിട്ടിയിട്ടില്ലാന്ന് പറഞ്ഞു. ഫുള്ള് ഷൂ എടുക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ കോസ്മോസ് തന്നെ നല്ല കട എന്നുള്ളത് പ്രഖ്യാപിക്കല്ലേ? ഇനിയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെ അത് നല്ലൊരു ചോദ്യം അല്ലേ? ഫ്രീ ആയിട്ട് വന്നാൽ ഇതാ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞു. അടിച്ചാ ഒന്നിട്ടോ നോട്ടെ, ഒന്ന് കാണിക്കും. ഒരു ചാലഞ്ചാണ് മോനെ, മണി ചാലഞ്ചാണേ. ഇട്ടത് മണി നിങ്ങൾ ഓപ്പോസിറ്റ് കൊടുക്കുക. റെഡി സ്റ്റാർട്ട്. ചേട്ടാ ഇതാണ് ഫോമാക്കി വരുമ്പോൾ പൊടി ഇടണോ? ഒന്നിട്ട് ചാനൽ പറഞ്ഞതാ. ചെന്നൈ ഇടുവോ ചേട്ടാ? ഇത് വേണ്ട വീട് ജയിസ്താ എടാ അതേമാതിരി എടാ ഓൾറെഡി ഇവിടെ ആയിരുന്നില്ലേ? ഈ കളിക്കല്ലേ ഓൾറെഡി അവിടെ ആയിരുന്നില്ലേ? ഓക്കെ ഗൈസ്, അടാ മിസ്, ജസ്റ്റ് മിസ്. അജിപ്പോൾ തന്നെ ഫൗളായി കയറുന്നത്. നമ്മളിപ്പോൾ ലാസ്റ്റ് എന്താ ഈ മറ്റേ കോസ്മോസിക്കാണ് പോലെ അങ്ങനെ നമ്മൾ ഡെക്കാത്തലോണിന്ന് പർച്ചേസിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് കോസ്മോസിലോട്ടാണ് നമ്മൾ പോണത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അവിടെ കുറച്ച് സംഭവങ്ങൾ നോക്കി വെച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ള ഷോറൂമിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വിഷയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോസ്മോസിനെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ വന്ന ഹൈലൈറ്റ് മാളിൻ്റെ അതിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ചു വരുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ അവിടെ നമ്മളെ ഗോകുലം മാളുണ്ടായിരുന്നു. ആ മാള് പക്ഷേ റഷ് കുറവായിരുന്നു. ആ മാളിൻ്റെ അവിടെ പോയപ്പം വലിയ മാളൊക്കെ തന്നെ, പക്ഷേ നമ്മളവിടെ പോയപ്പം അവിടെ അത്ര കൂട്ടം കണ്ടില്ല. പക്ഷേ ഉള്ളിൽ എന്താണെന്ന അവസ്ഥ നമുക്കറിയില്ല. നമ്മൾ ഉള്ളിൽ കയറാൻ നിന്നിട്ടില്ല, ടൈം ഉണ്ടായിരുന്നില്ല. സോ ഞാനിപ്പോൾ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വെച്ചാൽ, നിങ്ങൾ എൻ്റെ വീഡിയോ ചിലപ്പോൾ ഫസ്റ്റായിരിക്കും കാണുന്നുണ്ടാവുക. നിങ്ങൾ എനിക്കായിട്ട് പറയാനുള്ളത് വെച്ചാൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ മട്ടും ചെയ്ത് വെച്ചോളൂ. വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് മാത്രം ചെയ്താൽ മതി. വേറൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം, ഉത്തേജകം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നിങ്ങളെ ഒരു സപ്പോർട്ട്, വലിയൊരു സപ്പോർട്ട്, ഒരു സബ്സ്ക്രിപ്ഷൻ എന്നുള്ള സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരണം. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. തിരിച്ചങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കോഴിക്കോടിലുള്ള ഒരു നല്ലൊരു ഷോപ്പ് ഇപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. കോസ്മോസായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യണം. എന്താ വെച്ചാൽ ഞാൻ മറ്റുള്ള കടകളിലൊക്കെ പോയപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഉള്ളതിൽ ബെസ്റ്റ് ഞാനത്, എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാനതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്കും കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലുള്ള ബെസ്റ്റ് കട ഏതാണ്, എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ്. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ഒരു ചെറിയൊരു ബിഗിനിങ്, ഒരു തുടക്കമാണിത്. നിങ്ങളുടെ സപ്പോർട്ട്
നിങ്ങളുടെ സ്നേഹം എല്ലാം എനിക്ക് കൊടുത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇപ്പൊ പുറത്ത് ആൾക്കാർ മെയിനായിട്ട് ഇറങ്ങുന്ന ഫുഡ് ഈ പറഞ്ഞ അനിയ തോറ്റത് നല്ല രണ്ട് വേഗം നമുക്ക് വാങ്ങണ്ട്. കിറ്റാ കിറ്റിങ് ഇവരുടെ അടുത്ത് ഉണ്ടാവും അവിടെ ഉണ്ടാവില്ലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ ഹോൾസെയിൽ ആട്ടോ ഹോൾസെയിലാ? എല്ലോ വില കുറവാ. ഷൂ ഒക്കെ 400-500 രൂപ. 400 രൂപ? നിങ്ങൾക്ക് എൻ്റെ പ്രൊമോഷൻസ്. പക്ഷെ ഞാൻ ഇവിടെ നോക്കി വരാം. ബൂട്ടിൻ്റെ വളരെ വിശാലമായ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് 1000 രൂപ. രൂപ 1000. കോസ്മോസ്. അങ്ങനെ നമ്മൾ സെക്കൻഡായിട്ട് അവിടെ രണ്ടാമത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ കോഴിക്കോട് ഫുള്ള് ചുറ്റിക്കറങ്ങിയിട്ട് ചില കടകൾ ക്ലോസ് ആയിരുന്നു, ചില കടകൾ അന്ന് എന്താ പറയുക ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇടം ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ടൈം ഞങ്ങൾ കോസ്മോസിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവിടെ സ്റ്റാഫൊക്കെ പക്കായിരുന്നു, ഒരു രക്ഷയില്ല, നല്ല ക്യാരക്ടർ, നല്ല ബിഹേവിങ്. അതുപോലെ തന്നെ അവിടെ പഠിച്ചിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നു, കുറേ സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ. കുറഞ്ഞ റേറ്റിലുള്ള ഷേപ്പുള്ള കണ്ടോ? നോമ്പൽ കണ്ടില്ല അല്ലേ? എന്താ ചെയ്യാ ചെക്ക നോമ്പല് ഷീടേ. ഇല്ലില്ല കുഴപ്പമില്ല, നോമ്പായില്ലേ കാലിനിടാനാണ് കൈക്കിടാൻ അറിയില്ല. യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് പള്ളിക്കസാറ് പുത്തൂർപ്പള്ളിക്ക് ഇട്ടിട്ട് മുട്ടിൻ്റെ വില എല്ലാം മാറ്റുന്നത്. ഇപ്പം നമ്മൾ കോസ്മോസിനെ പറ്റി എന്താ പറയുക നിങ്ങൾക്ക്? പൊളിയാണോ? ഉഷാറായില്ലേ? നല്ല 4000 ഡിസ്കൗണ്ട് അല്ലേ? ഫുൾ ഡിസ്കൗണ്ട് അല്ലേ? നല്ലൊരു ഇത്. അപ്പോൾ നമുക്ക് ലൂസാ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് എടുത്ത് തന്നു അവർ. ഇതിൽ തന്നെ കാണാൻ പറ്റും 77% ഡിസ്കൗണ്ട് അതിലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അത്രയും നല്ലൊരു ഇത് ചെയ്തെന്നവർ. അന്നത്തെ അപ്പത്തെ ഓഫറായിരുന്നു അത്. ഷൂ ഒക്കെ നല്ല ഡിസ്കൗണ്ടിൽ കൊടുത്തു. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. നിരത്തിട്ടിരിക്കണം ഗ്യാസ്. വാങ്ങി ക്ഷീണിച്ചു, എടുത്തെടുത്ത് ക്ഷീണിച്ചു. ഇത് ഓഫർ കൊടുക്കണ്ടോ? 999 അപ്പം 1200 സാധനമാണ് 400 കൊടുക്കുന്നത്. അതില്ലാതെ വേറെ സംഭവം കാണിച്ചതാ, വേറെ സംഭവം തന്നെ കാണിച്ചതാ. അവിടെ ഫുള്ള് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. 4000-ൻ്റെയും 2000-ൻ്റെയും 3000-ൻ്റെ സാധനങ്ങളൊക്കെ 500, 400. അത് കൂടാതെ തന്നെ ഒരു സംഭവം ഞാൻ സർപ്രൈസായിട്ട് കാണിച്ചു തരാം. 200 rupees
200 റുപ്പീസിന് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അതിൻ്റെ എക്സാക്ട് റേറ്റ് നിങ്ങളവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അവിടെ പോയാൽ ഞാനിതൊക്കെ ഇങ്ങനെ പറയണ്ടെങ്കിൽ പോലും നിങ്ങൾ വേറെ എന്തെങ്കിലും വിചാരിക്കും. പക്ഷേ നിങ്ങളവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. अख्तर भाई ये नंबर इनवैलिड है ना? एक बार बोलो नंबर बोलो. हाँ ഫൈനലി ബാക്ക്. താങ്ക് യു.